ഹലോ എവ്രി വൺ, വെൽക്കം ടു നാനാൻ അക്കാദമി. PSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായി മോക്ക് ടെസ്റ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, വാഗൺ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ. വാഗൺ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? ഓപ്ഷൻസ്: AR നേപ്പ് കമ്മീഷൻ, ലോഗൻ കമ്മീഷൻ, ഹണ്ടർ കമ്മീഷൻ, മുഖർജി കമ്മീഷൻ. ഇതിൽ വാഗൺ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? ഉത്തരം AR നേപ്പ് കമ്മീഷൻ. AR നേപ്പ് കമ്മീഷനാണ് വാഗൺ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ. രണ്ടാമത്തെ ചോദ്യം, വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് അഞ്ചുതെങ്ങ് കലാപം, പഴശ്ശി വിപ്ലവം, കുറിച്യ കലാപം, ആറ്റിങ്ങൽ കലാപം. ഇതിൽ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് ഏത് കലാപവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്? ഉത്തരം കുറിച്യ കലാപം. കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നുള്ളത്. മൂന്നാമത്തെ ചോദ്യം, ഹിതകാരിണി സമാജം സ്ഥാപിച്ചത്. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് വീരേശലിംഗം, ദയാനന്ദ സരസ്വതി, ആനി ബസന്റ്, സുബ്രഹ്മണ്യ ഭാരതി. ഇവരിൽ ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം വീരേശലിംഗം. വീരേശലിംഗമാണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത്. നാലാമത്തെ ചോദ്യം, ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ആചാര്യ വിനോബ ഭാവെ, ലാൽ ബഹദൂർ ശാസ്ത്രി, മദൻ മോഹൻ മാളവ്യ, സി രാജഗോപാലാചാരി. ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം ആചാര്യ വിനോബ ഭാവെ. ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആചാര്യ വിനോബ ഭാവെ. അഞ്ചാമത്തെ ചോദ്യം, ഹിന്ദുമതത്തിൻ്റെ കാൽവിൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഹിന്ദുമതത്തിൻ്റെ കാൽവിൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് EV രാമസ്വാമി നായ്ക്കർ, സുബ്രഹ്മണ്യ ഭാരതി, ദയാനന്ദ സരസ്വതി, സ്വാമി വിവേകാനന്ദൻ. ഉത്തരം ദയാനന്ദ സരസ്വതി. ഹിന്ദുമതത്തിൻ്റെ കാൽവിൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ദയാനന്ദ സരസ്വതി. ആറാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി, ഖോഖോ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഉത്തരം ഹോക്കി. ഏഴാമത്തെ ചോദ്യം, സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീര ഭാഗം ഏത്? സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീര ഭാഗം ഏതാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കോക്ലിയ, സന്ധി, ട്രക്കിയ, ചെവി. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗം ഏതാണ്? ഉത്തരം ട്രക്കിയ. ട്രക്കിയാണ് ആൻസർ. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീര ഭാഗം ഏതാണ്? ട്രക്കിയ.
എട്ടാമത്തെ ചോദ്യം, റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏത്? റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്? ഓപ്ഷൻസ്: കാർബൺ 14, കാർബൺ 13, കാർബൺ 12, കാർബൺ 15. റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏതാണ്? ഉത്തരം കാർബൺ 14. റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് കാർബൺ 14. ഒൻപതാമത്തെ ചോദ്യം, ഞാൻ പ്രകാശം വഹിക്കുന്നു എന്നർത്ഥം വരുന്ന പേരുള്ള മൂലകം. ഞാൻ പ്രകാശം വഹിക്കുന്നു എന്നർത്ഥം വരുന്ന പേരുള്ള മൂലകം ഏതാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നു: സൾഫർ, കോപ്പർ, അമോണിയ, ഫോസ്ഫറസ്. ഞാൻ പ്രകാശം വഹിക്കുന്നു എന്നർത്ഥം വരുന്ന പേരുള്ള മൂലകം. ഉത്തരം ഫോസ്ഫറസ്. പത്താമത്തെ ചോദ്യം, സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്. ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി. ഓപ്ഷൻസ് തന്നിരിക്കുന്നത്: ശ്രുതി തരംഗം, മൃതസഞ്ജീവനി, സുകൃതം, അമൃതം ആരോഗ്യം. ഇവയിൽ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം അമൃതം ആരോഗ്യം. പതിനൊന്നാമത്തെ ചോദ്യം, സിറോഫ്താൽമിയ രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? സിറോഫ്താൽമിയ രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത്: വിറ്റാമിൻ ബി, വിറ്റാമിൻ എ, വിറ്റാമിൻ കെ, വിറ്റാമിൻ സി. ഇവയിൽ സിറോഫ്താൽമിയ രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? സിറോഫ്താൽമിയ രോഗമുണ്ടാകുന്നത് വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ്. പന്ത്രണ്ടാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്: ത്വക്ക്, കരൾ, ശ്വാസകോശം, ഹൃദയം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ഉത്തരം ത്വക്ക്. പതിമൂന്നാമത്തെ ചോദ്യം, മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത്? മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത്: സ്നേഹക്കൂട്, എൻ്റെ കൂട്, കുരുവിക്കൂട്, എൻ്റെ വീട്. മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേര് സ്നേഹക്കൂട്. മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. 14ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപം ഏത്? കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത്: ഭരതനാട്യം, കുച്ചിപ്പുടി, തിരുവാതിര, മോഹിനിയാട്ടം. കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപം ഏതാണ്? ഉത്തരം മോഹിനിയാട്ടം. 15ാമത്തെ ചോദ്യം, പൂവാറൽ എന്ന ചടങ്ങ് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൂവാറൽ എന്ന ചടങ്ങ് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: തിരുവാതിരക്കളി,
കണ്യാർകളി, അർജുന നൃത്തം, മുടിയേറ്റ്. പൂവാരൽ എന്ന ചടങ്ങ് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കണ്യാർകളി. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലികാവകാശം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലികാവകാശം ഏതാണ്? ഓപ്ഷൻസ്: സമത്വത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം, സാംസ്കാരികവും വ്യവസായവുമായ അവകാശം. ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ചത്. 17ാമത്തെ ചോദ്യം, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, കുണ്ടറ വിളംബരം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. 18ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തിയത്? തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തിയത്. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, ചാവറയച്ചൻ. തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തിയത്. ഉത്തരം അയ്യങ്കാളി. 18ാമത്തെ ചോദ്യം, ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതി, പ്രധാനമന്ത്രി, പാർലമെൻറ്റ്, സുപ്രീം കോടതി. ഇവരിൽ ആർക്കാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ഉള്ളത്? ഉത്തരം രാഷ്ട്രപതി. 20ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം? വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924, 1934, 1942, 1943. ഈ വർഷങ്ങളിൽ വൈക്കം സത്യാഗ്രഹം നടന്നത് ഏത് വർഷത്താണ്? ഉത്തരം 1924. 20 ക്വസ്റ്റ്യൻസാണ് വീഡിയോയിൽ. താങ്ക് യു.